വെൽക്കം ബാക്ക്. ഐഷാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് നാളായിട്ട് ഞാൻ ഇൻട്രൊഡക്ഷൻ വീഡിയോയിലൊന്നും വരാറില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് എന്താ ഇപ്പൊ വീഡിയോയിലൊന്നും വരാത്തത് എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ കരുതി ഇന്നൊരു വീഡിയോ ചെയ്യാന്ന്. അപ്പോ എന്താ പറയാ, ഞാൻ ഒരുപാട് നാളായിട്ട് ഇപ്പൊ ഇങ്ങനെ ചെയ്യാത്തതുകൊണ്ട് തന്നെ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ എന്താ പറയേണ്ടതൊന്നും കിട്ടുന്നില്ല. നമുക്ക് ഇന്നത്തെ റെസിപ്പിയിലേക്ക് തന്നെ പോവാം. ഇന്നൊരു ഡെസേർട്ടാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. മാമ്പഴം വെച്ചിട്ടാണ് ഇന്നത്തെ ഡെസേർട്ട്. നാട്ടിലൊക്കെ മാമ്പഴത്തിന്റെ സീസൺ ആണല്ലോ, അപ്പോൾ ഈസി ആയിട്ട് കിട്ടുന്ന ഒരു ഫ്രൂട്ട് കൂടിയാണ് ഇപ്പൊ മാമ്പഴം. അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ഡെസേർട്ടാണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്സും അയക്കണം കേട്ടോ. ഇതിന് താഴെ കമന്റ് ബോക്സിൽ നിങ്ങൾ നിങ്ങളുടെ ഫീഡ്ബാക്സ് അയച്ചു തരാം. പിന്നെ അതുപോലെ ഞാനിവിടെ ഷെയർ ചെയ്യുന്ന റെസിപ്പീസ് ഒക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഫോട്ടോസ് എനിക്ക് സെൻഡ് ചെയ്ത് തരാം, മെയിൽ ചെയ്ത് തരാം. മെയിൽ ID rizarino@gmail.com മറക്കരുത് കേട്ടോ. അപ്പൊ എല്ലാവരും സെൻഡ് ചെയ്ത് തരാം. പിന്നെന്താ, പിന്നെ എനിക്ക് പറയാനുള്ളത്, ഒരുപാട് പേര് ഇപ്പോ ഡെയിലി കമന്റ് ചെയ്യാറുണ്ട്, ഡെയിലി സപ്പോർട്ട് ചെയ്യാറുണ്ട്. ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഒത്തിരി പേര് എനിക്ക് പേഴ്സണലി മെസ്സേജ് ചെയ്യാറൊക്കെ ഉണ്ട്. അതൊക്കെ ഒരുപാട് സന്തോഷം തരുന്ന കാര്യം തന്നെയാണ്. കാരണം ഇത്രയും സപ്പോർട്ടൊക്കെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് കിട്ടിയാലേ നമുക്കൊക്കെ ഇതുപോലെ വീഡിയോസ് ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഞാൻ ഓരോരുത്തരുടെ പേര് എടുത്ത് പറയുന്നില്ല, കാരണം അങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ ചിലരുടെ പേര് വിട്ടുപോയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ എടുത്ത് പറയുന്നില്ല. അപ്പോ എല്ലാരും തുടർന്നും സപ്പോർട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ അതുപോലെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിന്റെ കൂടെ കുഞ്ഞു ബെൽ ഐക്കൺ കൂടിയുണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഒരു വീഡിയോസ് നിങ്ങൾക്ക് മിസ്സാവില്ല. പിന്നെ ഈ മാംഗോ ഫിർണി ഡെസേർട്ട് ഞാൻ ഒരുപാട് മുന്നേ ബ്ലോഗിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് തൊട്ടേ ഒരുപാട് റിക്വസ്റ്റ് ഉണ്ടായിരുന്നു അതിന്റെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഞാൻ ബ്ലോഗിൽ ഷെയർ ചെയ്ത സമയത്ത് എടുത്ത ഫോട്ടോ ആണ് കേട്ടോ ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. വളരെ ഈസിയാണ് ഈ ഒരു ഡെസേർട്ട് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു ഡെസേർട്ടിലേക്ക് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് ബസ്മതി റൈസ് ആണ്. ഒരു 2 ടേബിൾ സ്പൂൺ ബസ്മതി റൈസ് വേണം നമുക്ക്. അത് ഞാനിപ്പോൾ ലോങ് ഗ്രെയിൻ ബസ്മതി റൈസ് ആണ് എടുത്തിട്ടുള്ളത്. ബസ്മതി റൈസ് എന്ന് പറഞ്ഞാൽ നെയ്ച്ചോറും ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു അരിയാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. അത് ഞാനിപ്പോൾ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഒരു അരമണിക്കൂർ മുമ്പ് വെള്ളത്തിൽ നന്നായിട്ട് കുതിർത്ത് വെച്ച ബസ്മതി റൈസ് ആണ്. നന്നായിട്ട് കഴുകിയിട്ട് വേണം കുതിർത്ത് വെക്കാൻ കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഇതുപോലത്തെ ബസ്മതി റൈസ് ആണ്, ലോങ് ഗ്രെയിൻ ബസ്മതി റൈസ് ആണ് എടുത്തിട്ടുള്ളത്. ഇപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ കൈമാരിയൊക്കെ എടുക്കാം. അതുപോലെ പച്ചരി കൊണ്ടും ഈ ഒരു ഡെസേർട്ട് ട്രൈ ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ 2 ടേബിൾ സ്പൂൺ ബസ്മതി റൈസിലേക്ക് നമുക്ക് വേണ്ടത് 1/2 ലിറ്റർ പാലാണ്, അതായത് 2 കപ്പ് പാലാണ് വേണ്ടത്. അപ്പോൾ അത് ആ ഒരു മെഷർമെന്റ് നന്നായിട്ട് ശ്രദ്ധിക്കുക, ഒന്നും കൂടി പോവാതിരിക്കുക. അതുപോലെ തന്നെ 4 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കും എടുത്തിട്ടുണ്ട്. കണ്ടൻസ്ഡ് മിൽക്ക് ഇതിലേക്ക് നിർബന്ധമാണ് കേട്ടോ. അപ്പോൾ പിന്നെ പഞ്ചസാര കുറച്ച് എടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് കണ്ടൻസ്ഡ് മിൽക്ക് കുറച്ച് കൂടുതൽ എടുത്താലും മതിയാവും. പിന്നെ ഇതിലേക്ക് അത്യാവശ്യം വേണ്ട വേറൊരു ചേരുവയാണ് മാങ്ങ തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി നല്ല പേസ്റ്റ് പരുവത്തിൽ, വെള്ളമൊന്നും ഒട്ടും ചേർക്കാതെ നല്ല പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കണം. അത് 1/4 കപ്പ് മാത്രം മതിട്ട്, അതിൽ കൂടുതൽ വേണ്ട 2 കപ്പ് പാലിലേക്ക്. ഞാൻ ഇതുപോലത്തെ മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതായത് അധികം പുളി ഇല്ലാത്ത നല്ല മധുരമുള്ള നല്ല കളറുള്ള മാങ്ങ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ ഇത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട് ഇത് ഫിലിപ്പൈൻസിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ അതിൻ്റെ പേരെന്താണെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ നല്ല അൽഫോൺസോ മാങ്ങ ഒക്കെ ആണെങ്കിൽ നന്നായിരിക്കും, നല്ല കളറൊക്കെ കിട്ടും. ഞാൻ ബ്ലോഗിൽ ഷെയർ ചെയ്ത സമയത്ത് അൽഫോൺസോ മാങ്ങ കൊണ്ടായിരുന്നു ആ ഒരു മാംഗോ ഫിർണി റെഡിയാക്കി എടുത്തത്. നല്ല കളർ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു മാങ്ങയ്ക്ക് അധികം കളറില്ല. അപ്പോൾ കളറിന് നിർബന്ധമൊന്നുമില്ല, കാണാൻ നല്ല ഭംഗി വേണമെങ്കിൽ നല്ല കളർ വേണം, അത്രേ ഉള്ളൂ. അപ്പോൾ നല്ല പുളിയില്ലാത്ത നല്ല മധുരമുള്ള മാങ്ങ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. നമുക്ക് അല്പം മാങ്ങ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയതും വേണം, പിന്നെ ബദാം സ്ലൈസ് ആക്കിയതും വേണം, ഡെക്കറേഷനായിട്ടാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഈ ബസ്മതി റൈസ്, നമ്മളിപ്പോൾ കുതിർത്ത് വെച്ചിട്ടുള്ള ഈ ബസ്മതി റൈസ് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അരമണിക്കൂർ ഞാനിപ്പോൾ കുതിർത്ത് വെച്ചു. അപ്പോൾ ഈ വെള്ളം ഒഴിവാക്കിയിട്ട് വേണം നമ്മൾ ഇത് അരച്ചെടുക്കാൻ കേട്ടോ. അല്പം ഫ്രഷ് വാട്ടർ വേറെ ഒഴിച്ചു കൊടുക്കാം, കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് വെള്ളത്തിൽ ഇത് അരച്ചെടുക്കരുത്, അങ്ങനെ വരുമ്പോൾ നന്നായിട്ട് അരഞ്ഞു കിട്ടില്ല. ഇനി നമുക്ക് ഇത് നന്നായിട്ട് അരച്ചെടുക്കാം. കുറച്ചൊക്കെ തരി ഉണ്ടായാലും കുഴപ്പമില്ല, എന്നാലും മാക്സിമം നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് ഈ അരി അരച്ചെടുക്കേണ്ടത്. ഇപ്പോൾ കുറച്ച് തരിയൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല, അത് കുക്കാവുമ്പോൾ നന്നായിട്ട് കുക്കായി വന്നോളും. അപ്പോൾ ഇത് നമുക്ക് അവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ മാംഗോ ഫിർണി എങ്ങനെ റെഡിയാക്കി എടുക്കാൻ നോക്കാം. ഞാനിപ്പോൾ 2 പാത്രം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഞാൻ പാല് ആഡ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്.
അപ്പോൾ 2 കപ്പ് പാല് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് ചൂടാക്കാൻ വെക്കാം. പിന്നെ ഏലക്ക പൊടിച്ചതുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ 2 ഏലക്ക എടുത്തിട്ട് ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഇതുപോലെ ഏലക്ക പൊടി ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതുപോലെ ചെയ്യുന്നത് കേട്ടോ. ഇനി അടുത്ത പാത്രത്തിൽ നമുക്ക് ഈ മാമ്പഴം പേസ്റ്റ് ആക്കി വെച്ചത് ഒന്ന് ചൂടാക്കി എടുക്കണം. ഇതിങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മാമ്പഴത്തിന്റെ ആ ഒരു പച്ച ടേസ്റ്റ് ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന്റെ കൂടെ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ അല്പം പഞ്ചസാരയും കൂടി ചേർത്തിട്ട് ചെറിയ ഫ്ലെയിമിൽ ഒന്ന് ചൂടാക്കി എടുക്കണം. ആ ഒരു പച്ചച്ചവ നന്നായിട്ട് മാറി കിട്ടിയാലേ നമുക്ക് ഈ ഒരു ഫിർണി നല്ല ടേസ്റ്റിൽ കഴിക്കാൻ പറ്റുള്ളൂ. പിന്നെ എല്ലാ മാമ്പഴം ഇങ്ങനെ ചെയ്യണം എന്നില്ല, പക്ഷെ എല്ലാ മാമ്പഴം ഇങ്ങനെ ചെയ്താൽ നല്ല പെർഫെക്റ്റ് ടേസ്റ്റ് ആവും. ശരിക്കും ഈ മാംഗോ ഫിർണിക്ക് നമ്മളിപ്പോൾ മാമ്പഴം ഈ പേസ്റ്റ് ആക്കി വെച്ചത് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കുക. അതുപോലെ തന്നെ ഈ പാലിന്റെ മിക്സ്ചർ നന്നായിട്ട് കുക്കാക്കിയിട്ട് അതും തണുപ്പിച്ചെടുക്കുക. എന്നിട്ട് രണ്ടും കൂടി മിക്സ് ചെയ്യാണ് വേണ്ടത്. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മാമ്പഴം ഏത് മാമ്പഴം യൂസ് ചെയ്താലും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ഇത് പ്രിഫർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈ ചൂടായിട്ടുള്ള ഈ പാലിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള അരിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കൈ വിടാതെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് ചെയ്യാൻ. കാരണം അരി പേസ്റ്റ് ആക്കിയത് നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഫിർണി ശരിക്കും പറയുകയാണെങ്കിൽ ഒരു പുഡിംഗ് ടെക്സ്ചർ തന്നെയാണ്. വേണമെങ്കിൽ പുഡിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ചൈന ഗ്രാസോ ജെലാറ്റിനോ കോൺഫ്ലവറോ കസ്റ്റർഡ് പൗഡറോ ഒന്നും ചേർക്കാത്ത ഒരു അടിപൊളി പുഡിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ വീട്ടിൽ എന്തായാലും ഉണ്ടാവുമല്ലോ ബസ്മതി റൈസൊക്കെ. നമുക്ക് വളരെ ഈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ഡെസേർട്ട് കൂടിയാണ്. മാമ്പഴത്തിൻ്റെ സീസണാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ മാമ്പഴം ഇപ്പോൾ ഏകദേശം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഒന്നുകൂടെ ഒന്ന് തിളച്ച് വന്നോട്ടെ. പിന്നെ ഈ മാമ്പഴത്തിൻ്റെ പേസ്റ്റും നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിലും അതും ചിലപ്പോൾ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് ഈ പാലിൻ്റെ മിക്സ്ചറിലേക്ക് നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ചെറുതായിട്ട് നമ്മുടെ അരിയൊക്കെ ഏകദേശം ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്താണ് നമ്മളിപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നത് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ അധികം കണ്ടൻസ്ഡ് മിൽക്ക് ഇപ്പോൾ ഇതിലേക്ക് ചേർത്തിട്ടില്ല, അതുകൊണ്ട് കുറച്ചുകൂടെ പഞ്ചസാര ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മധുരം നോക്കിയിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ നന്നായിട്ട് കൈ വിടാതെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ മാമ്പഴം ഇപ്പോൾ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അത് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ഇത്രയും മതി മാമ്പഴം കുക്കായത്. അപ്പം നമുക്ക് ഇത് വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇതുപോലെ മാറ്റി വെച്ചിട്ടുണ്ട് ഞാൻ. ഇനി നമുക്ക് ഇത് ചെറുതായിട്ടൊന്ന് ചൂടാറിയ ശേഷം ഇത് ഫ്രിഡ്ജിൽ തണുപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ ഇതിലേക്ക് നമ്മളിപ്പോൾ പാലിൻ്റെ മിക്സ്ചറിലേക്ക് ഇത് ചേർത്ത് കൊടുക്കുന്നില്ല. ലാസ്റ്റ് രണ്ടും തണുത്ത ശേഷമാണ് രണ്ടും കൂടി മിക്സ് ചെയ്യുന്നത് കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക, ഇപ്പം മിക്സ് ചെയ്യരുത്. അതിൻ്റെ റീസൺ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മുടെ പാലിൻ്റെ മിക്സ്ചർ ഇപ്പോൾ ചെറുതായിട്ടൊന്ന് കട്ടിയായി വരുന്നുണ്ട്. അതുപോലെ കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഒരുപാട് നേരമൊന്നും മിക്സ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. നമ്മൾ നല്ല പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുത്തതല്ല, അപ്പോൾ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. പക്ഷേ കുക്കാവുന്നവരെ നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നത് ഏറ്റവും ബെസ്റ്റാണ്. വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ തന്നെയാണ് നമ്മളിപ്പോഴും കുക്ക് ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ ഏകദേശം ഏലക്കയുടെ ടേസ്റ്റൊക്കെ നമുക്ക് ഈ ഒരു മിക്സ്ചറിൽ വന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഈ ഏലക്ക 2 നമ്മളിതിലേക്ക് ചേർത്തത് മാറ്റി വെക്കാം. കാരണം നമ്മുടെ ഈ ഒരു ഫിർണിയിലേക്ക് ഏലക്ക ഇതുപോലെ കിടക്കുന്നത് വലിയ ഒരു ടേസ്റ്റുള്ളൊരു സംഭവമല്ല. അപ്പോൾ നമുക്കത് മാറ്റി വെക്കാം. പിന്നെ ചിലർ ഈ ഫിർണി റെഡിയാക്കി എടുക്കുമ്പോൾ നല്ലൊരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് യെല്ലോ ഫുഡ് കളറൊക്കെ ചേർക്കാറുണ്ട്. ഞാൻ അതൊന്നും പ്രിഫർ ചെയ്യുന്നില്ല. എപ്പോഴും നല്ല കളറുള്ള മാങ്ങ എടുത്ത് ഈ ഒരു ഫിർണി റെഡിയാക്കുകയാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ. അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അധികം പുളിയില്ലാത്ത മാങ്ങ യൂസ് ചെയ്താൽ മതി. പിന്നെ കട്ട കുത്താതിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ചെറുതായിട്ട് കട്ടൊക്കെ പിടിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ട് ഉടച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ കുറച്ച് മാത്രം കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തിട്ടുള്ളൂ. അപ്പോൾ കൂടുതൽ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുകയാണെങ്കിൽ ഈ പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ മധുരം നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡെസേർട്ടാണ്. അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡെസേർട്ട് കൂടിയാണ്. കാരണം നമ്മളിതിലേക്ക് എക്സ്ട്രാ വേണ്ടാത്ത സംഭവങ്ങളൊന്നും ചേർക്കുന്നില്ല. നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ ഇതിലേക്ക്. ഫ്ലെയിം ഇപ്പോൾ വളരെ കുറഞ്ഞ ഫ്ലെയിമിലാണ് കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കണ്ടോ, വളരെ കുറഞ്ഞ ഫ്ലെയിമാണ്. മീഡിയം ഫ്ലെയിമിൽ പോലും വെക്കരുത്, ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കാൻ.
പിന്നെ ഇപ്പോൾ എന്തായാലും മാമ്പഴത്തിൻ്റെ സീസണാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് കിട്ടുന്ന ഒരു ഫ്രൂട്ടാണ് മാമ്പഴം. അപ്പോൾ വീട്ടിൽ മാമ്പഴമൊക്കെ ഒരുപാട് ഇരിപ്പുണ്ടെങ്കിൽ ഇതുപോലെ ഫിർണിയൊക്കെ റെഡിയാക്കി എടുക്കുക. നല്ല ടേസ്റ്റഡ് ഒരു ഡെസേർട്ടാണ്. അതുപോലെ തന്നെ നല്ല ഈസിയാണ് റെഡിയാക്കി എടുക്കാൻ. നിങ്ങളിപ്പോൾ കണ്ടല്ലോ, വേറെ എക്സ്ട്രാ ചേരുവകളൊന്നും ചേർക്കാനില്ല, വീട്ടിലുള്ള സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ അരിയൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്, നല്ല പേസ്റ്റ് പരുവത്തിലായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യേണ്ടത്. പക്ഷേ ഈ ഒരു തിക്നെസ് കുറച്ചുകൂടെ ഒന്ന് തിക്കായിക്കോട്ടെ, വല്ലാണ്ട് തിക്കാക്കി എടുക്കും ചെയ്യരുത്. കാരണം നമ്മുടെ ഈ ഒരു മിക്സ്ചർ ഈ ഒരു പരുവത്തിൽ മതി. ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് നമ്മൾ അല്പനേരം ഫ്രിഡ്ജിലൊക്കെ വെച്ച് കഴിയുമ്പോൾ ഒന്നുകൂടെ നന്നായിട്ട് തിക്കാവും. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് തിക്കാക്കിയിട്ട് നമ്മൾ കുക്ക് ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കണം. ഇനി ഇത് ചൂടാറിയ ശേഷം നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിക്കണം. ഒരു മണിക്കൂറൊക്കെ തണുപ്പിക്കാൻ വെക്കുക. എന്നിട്ട് എന്താ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. പിന്നെ ഫ്രിഡ്ജിൽ താഴെ വെച്ചാൽ മതി കേട്ടോ, ഫ്രീസറിലൊന്നും വെക്കണ്ട, ഫ്രിഡ്ജിൽ താഴെ 1 മണിക്കൂർ വെക്കുക. അപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മുടെ ഫിർണി ഇപ്പോൾ നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇതിലേക്ക് ഒന്നും ചേർത്തിട്ടില്ല കട്ടിയാവാൻ വേണ്ടിയിട്ട്. കണ്ടോ, ഈ ഒരു ടെക്സ്ചറിലാണ് നമുക്ക് ഫിർണി വേണ്ടത്. നമ്മൾ കുറച്ചും കൂടെ തിക്കായിട്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണെങ്കിൽ ഇത് വല്ലാണ്ട് തിക്കായി പോകും. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ഫിർണി കിട്ടണം. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് ലൂസായിട്ട് വേണം അവിടെ ഫ്ലെയിം ഓഫ് ചെയ്യാൻ കേട്ടോ. ഇനി നമുക്ക് തണുപ്പിച്ചെടുത്തിട്ടുള്ള നമ്മുടെ ഈ മാമ്പഴത്തിൻ്റെ പേസ്റ്റ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. തണുപ്പിച്ചെടുത്തത് മാത്രമല്ല, നമ്മൾ ചൂടാക്കിയിട്ട് തണുപ്പിച്ചെടുത്ത മാമ്പഴത്തിൻ്റെ പേസ്റ്റാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മാംഗോ ഫിർണി റെഡി ആയിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടെ ഒന്ന് ഫ്രിഡ്ജിൽ വെക്കാം, അല്ലെങ്കിൽ നമുക്ക് ഉടനെ സെർവ് ചെയ്യാം. ഞാനിപ്പോൾ ഇത് സെർവ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ചൂടോട് കൂടിയിട്ട് ഇത് മിക്സ് ചെയ്യരുതെന്ന്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാമ്പഴം ചിലപ്പം ഒരു പുളിപ്പ് ഉണ്ടാവും. അപ്പോൾ പുളിയുള്ള സംഭവങ്ങൾ നമ്മൾ ചൂടായ പാലിലേക്കൊക്കെ ചേർക്കുമ്പം പിരിഞ്ഞു പോകാനുള്ള ചാൻസ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് ഒരിക്കലും ചൂടോട് കൂടിയിട്ട് രണ്ടും കൂടി മിക്സ് ചെയ്യരുത്. രണ്ടും തണുപ്പിച്ചെടുത്തിട്ട് വേണം മിക്സ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ചൂടോട് കൂടിയിട്ട് മിക്സ് ചെയ്യരുതെന്ന്. ഇനി നമുക്ക് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഞാൻ മാമ്പഴം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുള്ളത് വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഫിർണിക്ക് അധികം കളറില്ല. ഞാൻ ബ്ലോഗിൽ ഷെയർ ചെയ്തത് നല്ല കളർ ഉണ്ടായിരുന്നു. അത് അൽഫോൺസോ മാങ്ങ കൊണ്ടായിരുന്നു ആ ഒരു ഫിർണി റെഡിയാക്കി എടുത്തിട്ടുള്ളത്. വേറെ ടേസ്റ്റിൽ വ്യത്യാസമൊന്നുമില്ല, ടേസ്റ്റിൽ കിഡിലിൻ ടേസ്റ്റാണ് കേട്ടോ. പിന്നെ പിസ്ത സ്ലൈസസ് ഉണ്ടെങ്കിൽ അതും കുറച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ ഡെക്കറേഷൻ ഒട്ടും നിർബന്ധമൊന്നുമില്ല, പക്ഷേ മാമ്പഴത്തിൻ്റെ ചെറിയ കഷ്ണങ്ങളും പിന്നെ നട്ട്സും അങ്ങനെ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇതിലേക്ക്. അപ്പോൾ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക തീർച്ചയായിട്ടും. ബ്ലോഗിൽ ഞാൻ ഈ ഒരു റെസിപ്പി ഷെയർ ചെയ്തിട്ട് ഒരുപാട് നല്ല കമൻസ് കിട്ടിയിട്ടുള്ള ഒരു റെസിപ്പി കൂടിയാണിത്. പോപ്പുലർ പോസ്റ്റിലുള്ള ഒരു റെസിപ്പി കൂടിയാണ് ബ്ലോഗിൽ. അപ്പോൾ നമുക്ക് ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഈ ഒരു ടെക്സ്ചറിലാണ് നമുക്ക് ഫിർണി വേണ്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഒന്നുകൂടെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്നും കൂടി കട്ടിയിലെടുക്കാം കേട്ടോ. പക്ഷേ ഈ ഒരു ടെക്സ്ചറാണ് ടേസ്റ്റ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ലൊരു മാമ്പഴത്തിൻ്റെ ടേസ്റ്റും ആ ഒരു നല്ലൊരു ടേസ്റ്റാണ്. എങ്ങനെ പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരു ടേസ്റ്റാണ്. ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അപ്പോൾ ഈ ഒരു ഡെസേർട്ടും എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വേറെ റെസിപ്പിയുമായിട്ട് വരുന്നവരേക്കും ബൈ. താങ്ക് യു.